ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂബസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സ്റ്റഡീസ് ചാപ്റ്റർ 6 ആണ്, ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി. ഇതിലാദ്യം കൊടുത്തിരിക്കുന്നത് വയലോപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ പന്തങ്ങൾ എന്ന കവിതയിലെ ഒരു 8 വരികളാണ്. നമുക്കതൊന്ന് നോക്കാം. പണ്ട് പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകൾ ഉരസിടും അക്കാലം വന്നു പിറന്നിതു ചെന്നിന മൂലും വാളു കണക്കൊരു തീനാളം കാടും പടലും വെണ്ണീറാക്കി കനകക്കതിരിനു വളമേകി കഠിനമിഴമ്പു കുഴമ്പാക്കി പലകരു നിര വാർത്തു പണിക്കേകി. ഇതാണ് പോയം. Through this poem, Vailopalli presents how humans shaped their environment and started agriculture. അപ്പോൾ ഈ ഒരു പദ്യത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മുടെ പൂർവികരെ എങ്ങനെയാണ് അവർക്ക് ആവശ്യമായുള്ള നിലവും അവർക്ക് ആവശ്യമായിട്ടുള്ള പരിസരവും ഒക്കെ ഒരുക്കിയെടുത്തതെന്ന്, കൃഷിക്ക് വേണ്ടി അവരെങ്ങനെയാണ് നിലം ഒരുക്കിയെടുത്തത്, അവരെങ്ങനെയാണ് അവരുടെ പരിസരമൊക്കെ അതിന് വേണ്ടിയുള്ള ഒരു പ്രാപ്തമാക്കിയെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അല്ലേ. ഇൻ പ്രീവിയസ് ക്ലാസ്സസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഫുഡ് ഗ്യാതറിങ് ടു ഫുഡ് പ്രൊഡക്ഷൻ ഹാവൻറ്റ് ബി. ഇപ്പോൾ കഴിഞ്ഞ പാഠങ്ങളിലും ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകളിലും നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? എങ്ങനെയാണ് കൃഷിയുടെ ആരംഭം എങ്ങനെയായിരുന്നു, കൃഷി എങ്ങനെയാണ് തുടങ്ങിയത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഫുഡ് ഗ്യാതറിങ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ശേഖരണം അല്ലേ. ആദിമ മനുഷ്യൻ ഭക്ഷണം ശേഖരിക്കുകയാണ് ചെയ്തത്, ഏർലി മാൻ അല്ലേ. അവർ ഹണ്ട് ചെയ്യും, എന്നിട്ട് കാട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ അവർ ശേഖരിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അതിൽ നിന്നും ഭക്ഷണ ഉൽപ്പാദനത്തിലേക്ക് അല്ലെ, ഫുഡ് പ്രൊഡക്ഷൻ, ഭക്ഷണത്തിൻ്റെ ഉൽപ്പാദനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഇതിന് മുന്നുള്ള പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. In earlier times, it was land and human labor that people used for agricultural production. അപ്പോൾ മുന്നുള്ള കാലങ്ങളിൽ, പണ്ട് കാലങ്ങളിൽ, പൂർവികരുടെ കാലങ്ങളിൽ അല്ലെങ്കിൽ ഏർലി മാൻ്റെ കാലത്ത് മനുഷ്യൻ്റെ അധ്വാനം, കഠിനാധ്വാനം, മനുഷ്യൻ്റെ അധ്വാനമാണ് ഹ്യൂമൻ ലേബർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അധ്വാനം. ആൻഡ് ലാൻഡ്, മണ്ണ്, അത് രണ്ടെണ്ണമായിരുന്നു. ഈ രണ്ട് ഫാക്ടേഴ്സായിരുന്നു നമ്മൾ ഒരു കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ബേസിക് ഫാക്ടേഴ്സ്. ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള, ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് എന്തെല്ലാമാണ്? ലാൻഡ്, മണ്ണ്, പിന്നെ ഹ്യൂമൻ ലേബർ, മനുഷ്യൻ്റെ അധ്വാനം. ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ആൻഡ് ടു മേക്ക് ദ ലാൻഡ് ഫിറ്റ് ഫോർ കൾട്ടിവേഷൻ ഇൻറ്റൻസീവ് ലേബർ വാസ് റിക്വയർഡ്. അപ്പോൾ ഈ ഒരു മണ്ണിനെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം? ഫലപുഷ്ടമാക്കണം, ഒരു കൃഷിക്ക് അനുയോജ്യമാക്കണം. ഫിറ്റ് ഫോർ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ കൃഷിക്ക് അനുയോജ്യമാക്കുക മണ്ണിനെ. അപ്പോൾ അങ്ങനെ കൃഷിക്ക് അനുയോജ്യമാക്കണമെങ്കിൽ നമുക്ക് മനുഷ്യൻ്റെ അധ്വാനം, ഇൻറ്റൻസീവ് ലേബർ, കഠിന അധ്വാനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. Eventually, sharp and strong tools made of iron were used to prepare more land for cultivation. അപ്പോൾ ഇങ്ങനെ ഈ കൃഷി വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടായിട്ട് വന്നു? ഷാർപ്പ് ടൂൾസ്, നല്ല ആയുധങ്ങൾ ആവശ്യമായിട്ട് വന്നു. അതിനുള്ള മെഷീനറീസ്, ഉപകരണങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് അയൺ കൊണ്ടിട്ട്, ഇരുമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി അല്ലേ. ദിസ് ഹെൽപ്പ് ടു ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇത് നമുക്ക് ഭക്ഷണത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സഹായിച്ചു. വാട്ട് കുഡ് ഹാവ് ബീൻ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദി സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ? ഡിസ്കസ്. അപ്പോൾ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു കൃഷി വിപുലീകരിക്കുന്നതിനും കൃഷിയുടെ എല്ലാ സ്ഥലത്തേക്കും വ്യാപിക്കുന്നതിനും വേണ്ടിയുള്ള എന്തെല്ലാം സർക്കംസ്റ്റാൻസസ് ആയിരുന്നു, സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു, കൃഷി വിപുലീകരിക്കാൻ ഉണ്ടായ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നമ്മളോട് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ബിഗിനിങ് ഓഫ് ട്രേഡ്. Nishan is looking at the pictures related to human progress exhibited in the social science lab at his school. അപ്പോൾ അവൻ്റെ സ്കൂളിൽ എക്സിബിഷനിൽ വെച്ചിരിക്കുന്ന കുറച്ച് പിക്ചേഴ്സ്, കൃഷിയുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദ മേക്കിംഗ് ഓഫ് വെപ്പൺസ് ആൻഡ് ടൂൾസ് ആണ് ആദ്യത്തെ പിക്ചർ. രണ്ടാമത് അതിൻ്റെ താഴെയുള്ളത് എക്സ്ചേഞ്ച് ഓഫ് കൊമോഡിറ്റീസ് ആണ്. അത് കഴിഞ്ഞിട്ട് എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ, സെയിൽസ് ഓഫ് കൊമോഡിറ്റീസ്. അപ്പോൾ ഈ 4 പിക്ചറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്.
ലിസ്റ്റ് ദ ഫൈൻഡിങ്സ് ഓഫ് നിഷാൻസ് ഒബ്സർവേഷൻ ഇൻ ദെയർ ക്രോണോളജിക്കൽ ഓർഡർ. ഇപ്പോൾ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ് ആദ്യം വന്നത്, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഏതാ വന്നത്, ആ ഒരു അടിസ്ഥാനത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് വന്നത് മേക്കിംഗ് ഓഫ് വെപ്പൻസ് ആൻഡ് ടൂൾസ് ആണ്. വെപ്പനും ടൂൾസും ഉണ്ടാക്കിയതിന് ശേഷം, ഉപകരണങ്ങളും ആയുധങ്ങളും ഉണ്ടാക്കിയതിന് ശേഷം അവരെന്ത് ചെയ്തു, കൃഷി വിപുലീകരിച്ചു, എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ഉണ്ടായി. അതിനുശേഷം എന്ത് സംഭവിച്ചു, എക്സ്ചേഞ്ച് ഓഫ് കൊമോഡിറ്റീസ്, ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ അവർ തമ്മിൽ കൈമാറി, എക്സ്ചേഞ്ച് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, സെയിൽസ് ഓഫ് കൊമോഡിറ്റീസ് വന്നത്. അപ്പോൾ കൂടുതൽ ഉണ്ടായ സാധനങ്ങൾ അവർ വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അത് ആണ് ലാസ്റ്റ് വരുന്നത്. ഇനി നെക്സ്റ്റ്, വിത്ത് ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് വിച്ച് ലീഡ് ടു ദി സർപ്ലസ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ അഗ്രികൾച്ചർ എക്സ്പാൻഷൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, കൃഷിയുടെ വിപുലീകരണം, കൃഷി വ്യാപിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു, ഉൽപ്പാദനം കൂടി. ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ഇപ്പോൾ അരിയാണെങ്കിലും പയർ വർഗ്ഗങ്ങളാണെങ്കിലും നമ്മൾ എന്ത് സാധനമാണ് കൃഷി ചെയ്യുന്ന ആ സാധനത്തിൻ്റെ ഉൽപ്പാദനം കൂടി. ഉൽപ്പാദനം കൂടിയപ്പോൾ സർപ്ലസ് പ്രൊഡക്ഷനായി. സർപ്ലസ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണത്, മിച്ച ഉൽപ്പാദനം, അതായത് നമുക്ക് ആവശ്യം ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ബാക്കി വരുന്നത്, അതാണ് മിച്ചമായിട്ട് വരുന്നതല്ലോ. അപ്പോൾ സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടായി, നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ സാധനങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. പീപ്പിൾ സേവ്ഡ് ദ സർപ്ലസ് ഫുഡ് ഐറ്റംസ് ഫോർ ഫ്യൂച്ചർ യൂസ്. അപ്പോൾ മനുഷ്യരെന്ത് ചെയ്തു, ആളുകൾ ആ ബാക്കി വരുന്ന, നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഐറ്റംസ്, നമ്മൾ ഉൽപ്പാദിപ്പിച്ച നമ്മുടെ പ്രൊഡക്ട്സ് എന്ത് ചെയ്തു, അത് നമ്മൾ ഫ്യൂച്ചർ യൂസിലേക്ക് വേണ്ടി, ഭാവിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചു, നമ്മളത് ശേഖരിച്ച് വെച്ചു. ഇവൻച്വലി ദേ നോട്ട് ഓൺലി സ്റ്റോർഡ് ദ ഫുഡ് ഐറ്റം ബട്ട് ഓൾസോ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ദോസ് ഇൻ നീഡ്. കാലക്രമേണ എന്ത് സംഭവിച്ചു, കാലക്രമേണ എന്ത് സംഭവിച്ചു, നമ്മൾ ഈ ശേഖരിച്ച് വെച്ചിരിക്കുന്ന പ്രോഡക്ട്സ്, അല്ലെങ്കിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സാധനങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങി, ആവശ്യക്കാർക്ക് അത് കൈമാറാൻ തുടങ്ങി. ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ദോസോ ഇൻ നീഡ്. മറ്റുള്ള ആവശ്യമുള്ള ആവശ്യക്കാർക്ക് അത് എന്ത് ചെയ്യാൻ തുടങ്ങി, കൈമാറാൻ തുടങ്ങി. വാട്ട് വാസ് ദിസ് പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ് ഫോർ അതർ ഗുഡ്സ് നോൺ ആസ്. ഇപ്പോൾ ഈ ഒരു പ്രാക്ടീസിനെ എന്താണ് പറയുന്നത്, ഒരു സാധനത്തിന് പകരം അല്ലെങ്കിൽ ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു നമ്മൾ കൈമാറ്റം ചെയ്യുന്നതിനെ എന്താണ് പറഞ്ഞിരുന്നത്. പണ്ട് കാലത്ത് അത് ബാർട്ടർ സിസ്റ്റം എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ചക്കയുണ്ട്, വേറൊരാളുടെ കയ്യിൽ കുറച്ച് നെല്ലുണ്ടെന്നാണെങ്കിൽ ഞാൻ എൻ്റെ ചക്ക കൊടുത്തിട്ട് കുറച്ച് നെല്ല് വാങ്ങിക്കുന്നു. അപ്പോൾ അവരുടെ കയ്യിലത്തെ ആ നെല്ല് കൊടുത്തിട്ട് അവർ തേങ്ങ മേടിക്കുന്നു. അങ്ങനെ സാധനങ്ങൾ കൊടുത്തിട്ട് സാധനങ്ങൾ തിരിച്ചു വാങ്ങിക്കുന്നു. അതിനെയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ബാർട്ടർ സിസ്റ്റം എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാനുള്ള ആൻസറാണ് ദ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ് ഫോർ അതർ ഗുഡ്സ് ഈസ് നോൺ ആസ് ബാർട്ടർ സിസ്റ്റം. ആ ഒരു ആൻസർ നമുക്ക് എഴുതാം. Earlier, this practice of exchanging existed only locally. ലേറ്റർ ഇറ്റ് സ്പ്രെഡ് അക്രോസ് റീജിയൻസ്. അപ്പോൾ ആദ്യം ലോക്കലായിട്ട് ആ ഒരു പരിസരത്ത് മാത്രമായിരുന്നു ഇങ്ങനെ കൈമാറ്റം ചെയ്തിരുന്നത്. പിന്നീട് കാലക്രമേണ എന്ത് സംഭവിച്ചു, മറ്റുള്ള ദേശത്തു നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി, മറ്റുള്ള സ്ഥലത്തു നിന്നുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൈമാറ്റങ്ങൾ നടത്താൻ തുടങ്ങി. Gradually, for the exchange of goods, coins made of copper, silver and gold were used as a medium of exchange. ഈ സാധനങ്ങൾ കൊടുക്കുന്നതിന് പകരം കോമൺ ആയിട്ടുള്ളൊരു കോയിനുകൾ കൊടുക്കാൻ തുടങ്ങി. നാണയങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ, ചെമ്പ് നാണയങ്ങൾ ഒക്കെ കൊടുക്കാൻ തുടങ്ങി. ഹാൻഡിക്രാഫ്റ്റ്സ്, ടെക്സ്റ്റൈൽസ് ആൻഡ് സ്പൈസസ് വെയർ മെയിൻ ഐറ്റംസ് ഓഫ് ഡൊമസ്റ്റിക് ട്രേഡ്. കരകൗശല വസ്തുക്കൾ, തുണികൾ, പിന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾ, അതെല്ലാമാണ് ആദ്യകാലങ്ങളിൽ ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ, സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ, ഒരു പ്രദേശത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ട്രേഡുകളാണ് ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറയുന്നത്. ഒരു പ്രദേശം, നമ്മൾ ജീവിക്കുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ട്രേഡുകൾ ഡൊമസ്റ്റിക് ട്രേഡ്. മറ്റുള്ള ഒരു സ്ഥലത്തേക്ക് പോയി ട്രേഡ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ട്രേഡുകളാണ്. അപ്പോൾ ഡൊമസ്റ്റിക് ട്രേഡുകൾ കൂടുതൽ എന്തെല്ലാമായിരുന്നു, കരകൗശല വസ്തുക്കൾ, ടെക്സ്റ്റൈലുകൾ, തുണിത്തരങ്ങൾ, പിന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു കൈമാറ്റം ചെയ്തിരുന്നത്, എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്. ലേറ്റർ ഓൺ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓൾസോ ബിഗാൻ വിത്ത് ഡിസ്റ്റൻറ്റ് റീജിയൻസ്. അത് കഴിഞ്ഞിട്ട് കാലക്രമേണ കുറേ നാളുകൾക്ക് ശേഷം എന്ത് സംഭവിച്ചു,
കാലക്രമേണ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, ഈ ചരക്കുകളുടെ കൈമാറ്റം, ഈ സാധനങ്ങളുടെ കൈമാറ്റം, ചരക്കുകളുടെ കൈമാറ്റം കൂടുതൽ ദേശങ്ങളിലേക്ക് വ്യാപിച്ചു, മറ്റുള്ള സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചു. ഇനി ട്രേഡ് എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ബോക്സിൽ. ട്രേഡ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ് ഓർ സർവീസസ് ഫോർ റിവാർഡ്. അപ്പോൾ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപാരം. വ്യാപാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മുടെ സാധനങ്ങൾ അവർക്ക് കൊടുക്കുന്നു, നമ്മുടെ ചരക്കുകൾ വേറൊരാൾക്ക് കൊടുക്കുന്നു, അവരുടെ കയ്യിൽ നിന്ന് നമ്മളൊരു റിവാർഡ് വാങ്ങുന്നു, ഒരു പ്രതിഫലം വാങ്ങിക്കുന്നു. ആ ഒരു പ്രതിഫലം ചിലപ്പോൾ പൈസയാകാം, കോയിനുകളാകാം, അല്ലെങ്കിൽ മറ്റൊരു സാധനമാകാം. അതിനാണ് ട്രേഡ് എന്ന് പറയുന്നത്. This led to the formation of new trade routes. Silk Route, which maintained the commercial relationship between the East and the West of Asia and between Asia, Europe and Africa, was an example for this. അപ്പോൾ സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വ്യാപാരത്തിൻ്റെ ഒരു വിപുലീകരണം കാരണമാണ് നമുക്ക് സിൽക്ക് റൂട്ട് ഉണ്ടായത്. സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കൊക്കെ ചരക്കുകൾ കൊണ്ടുപോവുകയും സുഗന്ധവ്യഞ്ജനങ്ങൾ കൊണ്ടുപോവുകയും സ്വർണം കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത് നമ്മുടെ സാധനങ്ങൾ, നമുക്കുള്ള ചരക്കുകൾ മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോകുന്ന ആ വഴിയെയാണ് സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തൊക്കെ വിൽക്കാൻ തുടങ്ങി? ടെക്സ്റ്റൈൽസ്, ഹാൻഡിക്രാഫ്റ്റ്സുകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ ഒക്കെ നമ്മൾ വിൽക്കാൻ തുടങ്ങി മറ്റുള്ള രാജ്യങ്ങളിലേക്ക്, ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും ഒക്കെ വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വിൽക്കുന്ന ആ ഒരു കൊമേഴ്ഷ്യലായിട്ടുള്ള വ്യാവസായിക അടിസ്ഥാനത്തിൽ കൊണ്ടുപോകുന്ന ആ ഒരു വഴിയാണ് സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. കാലക്രമേണ നമുക്ക് സിൽക്ക് റൂട്ടുകൾ ഉണ്ടായി. ട്രേഡ് റൂട്ട്സ്, ആ ഒരു വ്യവസായത്തിൽ നമ്മൾ പോകുന്ന ആ ഒരു വഴിയാണ് ട്രേഡ് റൂട്ട്സ്. ഇനി എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ, സർപ്ലസ് പ്രൊഡക്ഷൻ, സ്റ്റോറേജ് ഓഫ് ഗുഡ്സ്, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, ഫെയർസ്, മാർക്കറ്റ്സ്, ട്രേഡ് സെൻറ്റേഴ്സ് ആൻഡ് സിറ്റീസ്. അപ്പോൾ ഇതിനെ വെച്ചിട്ട് ഒരു നോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എക്കണോമിക് ആക്ടിവിറ്റീസ്, വി ഹാവ് ഡിസ്കസ് ദ പ്രോഗ്രഷൻ ഫ്രം അഗ്രികൾച്ചർ ടു ട്രേഡ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്രയും സമയം നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? ഒരു കൃഷിയിൽ നിന്നും വ്യവസായത്തിലേക്കുള്ള ഒരു പ്രോഗ്രഷൻ, ഒരു ഉയർച്ചയാണ് നമ്മളിപ്പോൾ, ഉയർച്ചയുടെ ആ ഒരു ഗ്രാഫാണ് എങ്ങനെയാണ് കൃഷിയിൽ നിന്നും വ്യാപാരത്തിലേക്ക് എത്തിയതെന്നുള്ളതാണ് നമ്മൾ ഇത്രയും സമയം വായിച്ചത്. ലേറ്റർ ദ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് വെർ എയിംഡ് അറ്റ് ജനറേറ്റിംഗ് ഇൻകം. ഈ ആദ്യത്തെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് വന്നപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത്? കൃഷിയിൽ നിന്നും വ്യാപാരത്തിലേക്കുള്ള ആ ഒരു മാറ്റം നമ്മൾ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയും കൂടിയാണ്, അങ്ങനൊരു ഉദ്ദേശത്തോടെയാണ് അതിനുശേഷം ചെയ്യാൻ തുടങ്ങിയത്. ആക്ടിവിറ്റീസ് നമ്മൾ വീണ്ടും ഉള്ള നമ്മുടെ കൃഷിയും വ്യവസായവും ഒക്കെ നമ്മൾ ഇൻകത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി. ഇനി റൂട്ട് ഓഫ് പ്രോസ്പെറിറ്റി ഈസ് എക്കണോമിക് ആക്ടിവിറ്റി. ദ ലാക്ക് ഓഫ് ഇറ്റ് ബ്രിങ്സ് മെറ്റീരിയൽ ഡിസ്ട്രസ്. ദ ആബ്സെൻസ് ഓഫ് ഫ്രൂട്ട്ഫുൾ എക്കണോമിക് ആക്ടിവിറ്റി എൻഡേഞ്ചേഴ്സ് ബോത്ത് കറണ്ട് പ്രോസ്പെറിറ്റി ആൻഡ് ഫ്യൂച്ചർ ഗ്രോത്ത്. അർത്ഥശാസ്ത്രം. ഇപ്പോൾ കൗട്ടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലുള്ള വരികളാണ് ഈ തന്നിട്ടുള്ളത്. കൗട്ടില്യൻ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വരികളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഒരു രാജ്യത്തിൻ്റെ വളർച്ചയും സമൃദ്ധിയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെങ്കിൽ അത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെയും ഭാവിയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ജനങ്ങളുടെ ദാരിദ്ര്യത്തിനും ദുരിതത്തിനും കാരണമാകും. ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. Having to notice the words of Kautilya, the minister of the king Chandragupta Maurya, he points out that it is the economic activity that determines the progress of any society. ഇപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഉന്നമനം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? എക്കണോമിക് ആക്ടിവിറ്റിയാണ്, സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. He points out that it is economic activity that determines the progress of any society. What are economic activities? ഇനി എന്താണ് ഈ എക്കണോമിക് ആക്ടിവിറ്റീസ്? ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്? സമ്പത്ത് ഉണ്ടാകുന്നതിന് വേണ്ടി, അല്ല, ഇൻകം ഉണ്ടാകുന്നതിന് വേണ്ടി. ദ ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം ആർ എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു പ്രവർത്തനം, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇൻകം കിട്ടിയാൽ അങ്ങനത്തെ ആക്ടിവിറ്റീസിനെ പറയുന്ന പേരാണ് എക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്.
ചെയ്യുന്നത്. ദീസ് ആക്ടിവിറ്റീസ് ആർ മെയ്ഡ് പോസിബിൾ ത്രൂ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇങ്ങനത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോഴാണ്, ഉൽപ്പാദനം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നത്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. ടീ ഈസ് വൺ ഓഫ് അവർ ഫേവറേറ്റ് ബീവറേജസ്. ഇപ്പോൾ ഫിഗർ 6.2 തന്നിട്ടുണ്ട്, അതൊന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്, ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ടീ ലീവ്സ് ആർ നീഡഡ് ടു പ്രിപ്പയർ ടീ. ഇപ്പോൾ ചായ നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബീവറേജ് ആണ് അല്ലേ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാനീയമാണ്, നമ്മളെപ്പോഴും കുടിക്കുന്ന ഒരു പാനീയമാണ്. ഹൗ ഡു ദീസ് ടീ ലീവ്സ് റീച്ചസ് അവർ ഹോം? എങ്ങനെയാണ് ഈ ടീ ലീവ്സ്, ഈ ചായപ്പൊടികൾ അല്ലെങ്കിൽ ചായയുടെ ഇലകൾ നമ്മുടെ വീട്ടിലെത്തുന്നത്? ചായപ്പൊടി എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെത്തുക? ദ ലീവ്സ് ആർ പ്ലക്ഡ് ഫ്രം ദ ടീ പ്ലാന്റ്. അപ്പോൾ തേയില തോട്ടത്തിൽ നിന്നും തേയിലകൾ, ആ വിളഞ്ഞ തേയിലകൾ എന്ത് ചെയ്യും? അവർ പറിച്ചെടുക്കും അല്ലേ, കിളുന്താണെന്നുള്ളത്, കിളുന്ത് തേയിലകൾ അവർ നുള്ളിയെടുക്കും. ദേ ആർ ടേക്കൻ ടു ദ ഫാക്ടറി ആൻഡ് ആർ പ്രോസസ്ഡ് ടു ടീ പൗഡർ. അത് ഫാക്ടറിയിൽ കൊണ്ടുപോകുന്നു, പല പ്രോസസ്സിലൂടെ അത് കടന്നു പോകുന്നു, അത് പൊടിക്കുന്നു, ഉണക്കുന്നു, അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പാക്ക് ചെയ്ത് പൗച്ചാക്കി നമുക്ക് വണ്ടിയിൽ കയറ്റി വീട്ടിൽ കടയിലെത്തുന്നു, കടയിൽ പോയി നമ്മൾ വാങ്ങിക്കുന്നു അല്ലേ. ദിസ് ടീ പൗഡർ ഈസ് പാക്ഡ് ഇൻ പൗച്ചസ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് ബൈ വെഹിക്കിൾസ് ടു ഷോപ്സ് നിയർ അവർ ഹോം. We have discussed the economic activities in which the tea from tea plantation reaches our hand. അപ്പോൾ നമുക്കറിയാം, ഒരു ടീ തേയില പൊടി നമുക്ക് കിട്ടണമെന്നാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പ്രോസസ്സിന് ഇപ്പം നമുക്ക് മനസ്സിലായി. ലൈക്ക് തേയിലയുടെ കൊളുന്ത് നുള്ളുന്നു, ആ കൊളുന്തുകൾ കൊണ്ടുപോയി ഫാക്ടറിയിൽ കൊടുക്കുന്നു, ഫാക്ടറിയിൽ വെച്ച് അത് പ്രോസസ്സ് ചെയ്യുന്നു, കുറേ ദിവസങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് പ്രിസർവേറ്റീവ് ചേർക്കുന്നു, ഉണക്കുന്നു, പൊടിക്കുന്നു, ആ പൊടിച്ച സാധനങ്ങൾ ഫ്ലേവർ ചേർക്കുന്നു, ഫ്ലേവർ ചേർത്തിട്ട് നമുക്ക് പാക്കറ്റിലാക്കി അത് പാക്ക് ചെയ്ത് അവരത് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നു. സച്ച് എക്കണോമിക് ആക്ടിവിറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3 സെക്ടേഴ്സ് ബേസ്ഡ് ഓൺ ദർ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പം ഈ ഒരു പ്രവർത്തനത്തിന് നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം, 3 സെക്ടേഴ്സാക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ സെക്ടർ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇനി ഈ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലേ, നമുക്ക് സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്കൊരു ഇൻകം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇതിനെ 3 തിരിക്കാം. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിഷറി സെക്ടർ എന്ന് പറഞ്ഞിട്ട്. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പ്രൈമറി സെക്ടർ എന്തൊക്കെ വരുമെന്ന് നോക്കാം. ദ പ്രൈമറി സെക്ടർ ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡയറക്ട്ലി യൂട്ടിലൈസസ് നാച്ചുറൽ റിസോഴ്സസ്. ദിസ് സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് അഗ്രികൾച്ചറൽ സെക്ടർ ഡ്യൂ ടു ഇമ്പോർട്ടൻസ് ഗിവൻ ടു അഗ്രികൾച്ചർ. അപ്പോൾ പ്രൈമറി സെക്ടർ നമുക്ക് വരുന്നത് എന്താണ്? ഇതിനകത്ത് ഉള്ളത് ഡയറക്റ്റ് യൂട്ടിലൈസ് ഓഫ് നേച്ചറാണ്. പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാമാണ് പ്രൈമറി സെക്ടറിൽ വരുന്നത്. അഗ്രികൾച്ചറൽ സെക്ടർ എന്നും ഇതിനെ പറയാറുണ്ട്. കാരണം നമുക്ക് ബേസിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടുന്നോ അതൊക്കെയാണ് നമ്മൾ പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടുത്തുന്നത്. പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന സാധനങ്ങൾ, ഇപ്പോൾ കൃഷി, സമ്പത്ത്, മീൻ പിടിക്കൽ, പിന്നെ അതുപോലെ മൈനിങ്, മണ്ണെടുക്കൽ, റോക്സ് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ പാറക്കല്ലുകൾ എടുക്കാറുണ്ട്. വീട് പണിയാൻ വേണ്ടിയിട്ടും ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ പാറക്കല്ല് എടുക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. പിന്നെ ഫോറസ്ട്രി, വനവൽക്കരണം ആണ് ഫോറസ്ട്രി. അതായത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. ഈ വനവൽക്കരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ നമ്മൾ മരം മുറിച്ചെടുത്താൽ ആ മരത്തിനനുസരിച്ചിട്ട് കാട് വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വനസമ്പത്ത് എടുക്കാറുണ്ടല്ലോ, മരങ്ങൾ എടുക്കാറുണ്ട്, മരം മുറിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വനം നശിപ്പിക്കാതെ വനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള എടുക്കുകയും അതുപോലെ തന്നെ അത് വെച്ച് പിടിപ്പിക്കുകയും ചെയ്യുന്നതിനാണ് ഫോറസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവർ വനം സംരക്ഷിക്കും, ആൾക്കാർ കൈയടക്കാതെയും അതിനകത്തുള്ള വനത്തിലുള്ള പ്രായം ചേർന്ന മരങ്ങൾ മുറിക്കാതെയും ഒക്കെ സംരക്ഷിക്കുക. അപ്പോൾ അതെല്ലാമാണ് ഫോറസ്ട്രിയിൽ പെടുന്നത്. സെക്കൻഡറി സെക്ടറാണ് രണ്ടാമത് വരുന്നത്. സെക്കൻഡറി സെക്ടർ ഇൻവോൾവ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് ക്രിയേറ്റ് ന്യൂ പ്രോഡക്ട്സ് യൂസിങ് റോ മെറ്റീരിയൽസ് ഫ്രം ദ പ്രൈമറി സെക്ടർ. ഇപ്പോൾ പ്രൈമറി സെക്ടറിൽ നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽസ് അതിപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, മൈനിങ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന പെട്രോളിയം ആയിക്കോട്ടെ, അതല്ലെന്നാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കോട്ടൺ, തേയില ആണെങ്കിൽ ടീ ലീവ്സ്,
അങ്ങനെ ഓരോ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നത് നമ്മളത് എന്ത് ചെയ്യും, ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മളത് വിൽക്കാൻ പാകത്തിന്, അല്ല യൂസ് ആക്കാൻ പാകത്തിന് നമ്മളത് ചെയ്തെടുക്കാറുണ്ട്. ഇപ്പോൾ ആ നെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഈ നെല്ല് അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിക്കില്ലല്ലോ. ആ നെല്ല് നമുക്ക് എന്ത് ചെയ്യണം, പുഴുങ്ങണം, അത് നെല്ല് കുത്തണം, എന്നിട്ട് വേണം അരിയാക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ കിട്ടുന്ന റോ മെറ്റീരിയൽ, കൊയ്തെടുക്കുന്ന നെല്ലാണ് നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽ. ഈ റോ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യും, മില്ലിൽ കൊണ്ടുപോകും അല്ലേ. അപ്പം മില്ലാണ് സെക്കൻഡറി സെക്ടർ. മില്ലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് അവർ പുഴുങ്ങി കുത്തി ആ തോട് കളഞ്ഞിട്ട് അരി മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ അരിയാണ് നമുക്ക് കിട്ടുന്ന സെക്കൻഡറി സെക്ടറിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ്. സെക്കൻഡറി സെക്ടറാണ് മില്ല്. മില്ലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്, അരി. അപ്പോൾ ഈ അരിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പ്രൈമറി സെക്ടറിൽ നിന്ന് സെക്കൻഡറി സെക്ടറിലേക്ക് പോകുന്നു, സെക്കൻഡറി സെക്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. അങ്ങനെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് സെക്കൻഡറി സെക്ടറിൽ വരുന്നതാണ് ഈ മില്ലുകൾ, ഇൻഡസ്ട്രികൾ, പിന്നെന്താ ടെക്സ്റ്റൈലുകൾ, ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ, കൺസ്ട്രക്ഷൻ, ഇതെല്ലാം വരുന്നത് സെക്കൻഡറി സെക്ടറിലാണ്. ഇനി ടെറിഷറി സെക്ടർ ഇസ് ദ സെക്ടർ ദാറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ടു എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ. ഈ പ്രൈമറി സെക്ടറിനും സെക്കൻഡറി സെക്ടറിനും വേണ്ട സാമ്പത്തിക സഹായം കൊടുക്കുന്ന ആൾക്കാരാണ് ടെറിഷറി സെക്ടറിലുള്ളത്. സാമ്പത്തിക സഹായം മാത്രമല്ല അവർ കൊടുക്കുന്നത്, അവർ ഹെൽത്ത് കെയർ കൊടുക്കും, സർവീസസ് കൊടുക്കാറുണ്ട്. പിന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ കൈൻഡ്സ് ഓഫ് സർവീസ് ആക്ടിവിറ്റീസ്. എല്ലാ തരം സർവീസുകൾ അവർ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഹെൽത്ത് സർവീസ് ആണെങ്കിലും ഫിനാൻഷ്യൽ സർവീസ് ആണെങ്കിലും എല്ലാത്തരം സർവീസുകൾ കൊടുക്കും. അതുപോലെ സ്റ്റോറേജ്, ഇപ്പോൾ നമ്മൾ സംഭരിച്ച സാധനങ്ങൾ പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഉൽപ്പന്നം, ആ ഉൽപ്പന്നം ഇവർ സ്റ്റോർ ചെയ്തിട്ട് അത് വിൽക്കാൻ സഹായിക്കും. അവരത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പോൾ നെല്ല് സംഭരണം, ഗവൺമെൻറ് നെല്ല് സംഭരണം ചെയ്തിട്ടില്ല, നെല്ല് ഇട്ടിരിക്കണു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസുകൾ കാണാറുണ്ടല്ലോ. അപ്പോൾ ഈ നെല്ല് സംഭരണം ചെയ്യണത് ആരുടെ പണിയാണ്, ടെറിറ്ററി സെക്ടറിൻ്റെ ജോലിയാണ് സംഭരണം ചെയ്യുക, അതായത് സ്റ്റോർ ചെയ്ത് വെക്കുക, എന്നിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഡക്ട്സ് ഫ്രം ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ. അപ്പം പ്രൈമറി സെക്ടറിൻ്റെയും സെക്കൻഡറി സെക്ടറിനും നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നം അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണതും ടെറിഷറി സെക്ടറിൻ്റെ ഒരു ജോലിയായിട്ട് വരും. Therefore this sector is also known as a service sector. ഈ സെക്ടറിന് അതുകൊണ്ട് ഒരു സർവീസ് സെക്ടർ എന്നും പറയാം. എക്സാമ്പിളാണ് ബാങ്കിങ്, ഹെൽത്ത് കെയർ, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. കമ്മ്യൂണിക്കേഷനും ഈ ടെറിഷറി സെക്ടറിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദീസ് 3 സെക്ടേഴ്സ് ലീഡ് ടു ദ പ്രോഗ്രസ് ഓഫ് എ കൺട്രി. ഇപ്പോൾ ഈ 3 സെക്ടറും ഒരുപോലെയുള്ള സേവനം കാഴ്ചവെക്കുമ്പോൾ മാത്രമാണ് ഒരു രാജ്യത്തിൻ്റെ പുരോഗതി ഉണ്ടാകുന്നത്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. മൈനിങ്, ഫിഷിംഗ്, ഹെൽത്ത് സെക്ടർ, ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ, അഗ്രികൾച്ചർ, പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്. അപ്പോൾ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഷോൺ ഇൻ ദ എബോവ് പിക്ചർ അണ്ടർ ദ ഫോളോയിങ് 3 കാറ്റഗറീസ്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടറിനകത്ത് ഈ 3 സെക്ടറിൽ ഈ പിക്ചറിൽ ഏതൊക്കെയാണ് വരിക എന്നുള്ളത് ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. മൈനിങ്, ഫിഷിംഗ്, അഗ്രികൾച്ചർ, ഇത് 3ആണ് പ്രൈമറി സെക്ടറിൽ വരുന്നത്. സെക്കൻഡറി സെക്ടറിൽ ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ, പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്, സ്പെല്ലിങ് അത് മിസ്റ്റേക്ക് വന്നതാണ്. പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റിയാണ് അവിടെ വരുന്നത്. ടെറിഷറി സെക്ടറിൽ ഹെൽത്ത് സെക്ടർ ഉണ്ട്, ഹെൽത്ത് സർവീസ് ആയിരിക്കാം അല്ലെങ്കിൽ ഉള്ളത്. ഹെൽത്ത് സെക്ടർ എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഹെൽത്ത് സർവീസ് ആയിരിക്കും. കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, ഇത് 3 അടുത്ത ടെറിഷറി സെക്ടറിൽ വരുന്നത്. Growth of industries. An autobiography. From a hillside rubber tree, soaked in rain, crowned with snow, and warmed with sunlight, it was as latex that I took my first form. അപ്പോൾ ഇതൊരു ഓട്ടോബയോഗ്രഫിയാണ്. ഇത് റബ്ബറിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. റബ്ബറിൻ്റെ ആത്മകഥ എഴുതുന്ന പോലെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഒരു കുന്നിൻ ചെരുവിലെ ഒരു റബ്ബർ മരത്തിൽ മഴയിൽ നനഞ്ഞ് നിൽക്കുന്ന ഒരു റബ്ബർ മരം, സ്നോയിൽ, മഞ്ഞിൽ കുതിർന്ന് നിൽക്കണ, മഞ്ഞ് കിരീടമായിട്ടുള്ള ഒരു സ്ഥലം, വാംഡ് ബൈ സൺലൈറ്റ് സൂര്യപ്രകാശം കൊണ്ട് ചൂടായതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ എൻ്റെ ആദ്യത്തെ ഫോമായിട്ട് വന്നത് ലാറ്റക്സ് ആയിട്ടാണ്, അതായത് ആ റബ്ബർ പാല്. I was collected, mixed with acid and shaped into sheets.
എണ്ണ കളക്ട് ചെയ്തു, അതിനുശേഷം ആസിഡുമായിട്ട് മിക്സ് ചെയ്തു, അതിനെ ഷീറ്റാക്കി മാറ്റി. ദ ഡ്രൈഡ് ഷീറ്റ് വാസ് തിക്കൻഡ് ത്രൂ ദ പ്രോസസ് ഓഫ് വാൽക്കനൈസേഷൻ എന്നുള്ള പ്രോസസ്സ് മൂലം ഞാൻ കട്ടിയുള്ള ഷീറ്റായി മാറി. ഐ ബിക്കെയിം സ്ട്രോങ്ങർ വെൻ ഐ വാസ് പ്രസ്ഡ് ബൈ ദ ഹെവി മോൾഡ് ഓഫ് ഫുഡ് വെയർ. ഞാൻ കുറച്ചുകൂടി ശക്തനായി, എനിക്ക് കുറച്ചുകൂടി ശക്തി കിട്ടിയപ്പോഴാണ് ഞാൻ ഒരു ഹെവി മോൾഡ് കൊണ്ട് ഈ ഫുഡ് വെയർ ചെരുപ്പിൻ്റെ ആ ഒരു മോൾഡിൽ എന്നെ വെച്ച് പ്രസ് ചെയ്തു. ഇൻ ദ വർക്ക്ഷോപ്പ് വിത്ത് ദ സൗണ്ട് ഓഫ് ഹാമേഴ്സ് ആൻഡ് ദ സെൻറ്റ് ഓഫ് ലെതർ ആൻഡ് റബ്ബർ ഐ ഗോട്ട് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഫുഡ് വെയർ. വർക്ക്ഷോപ്പിൽ എന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് ഹാമർ കൊണ്ട് അടിക്കുകയും ലെതറും റബ്ബറും ഒക്കെ കൊണ്ട് എന്നെ മൂടുകയും ചെയ്ത് എന്നെ ഒരു പാദരക്ഷയാക്കി മാറ്റി. ഐ വാസ് ബ്യൂട്ടിഫൈഡ് ആൻഡ് ടേക്കൻ ടു ദ മാർക്കറ്റ്. എന്നെ നിറം കൊടുത്തു സുന്ദരനാക്കിയിട്ട് എന്നെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി. ഇറ്റ് വാസ് അറ്റ് ദ മാർക്കറ്റ് ദാറ്റ് ഐ മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് ഹ്യൂമൻസ്. ഇപ്പോൾ ഈ മാർക്കറ്റിൽ വെച്ചിട്ടാണ് ഞാൻ മനുഷ്യന്മാരുമായിട്ട് സൗഹൃദത്തിലായത്. ഐ ബിക്കെയിം എ പാർട്ട് ഓഫ് സെവറൽ പീപ്പിൾസ് ലൈഫ് ജേർണി. ഞാൻ ധാരാളം ആളുകളുടെ ജീവിതയാത്രയിൽ സഹയാത്രികനായി. ഓൺ ബസ്റ്റ്ലിംഗ് സിറ്റി സ്ട്രീറ്റ്സ്, ഇൻ ക്വൈറ്റ് വില്ലേജസ്, എലോങ് മൗണ്ടൻ പാത്ത്സ് ആൻഡ് ഇൻസൈഡ് വർക്ക് പ്ലേസ്. അപ്പം പല സ്ഥലങ്ങളിൽ ഞാൻ പോയി. സിറ്റിയിൽ പോയി, വില്ലേജിൽ പോയി, മൗണ്ടൻ സൈഡിൽ പോയി, വർക്ക് പ്ലേസിൽ പോയി, ജോലി സ്ഥലത്തും കുന്നിൻ ചെരുവുകളിലും നിശബ്ദമായ ഗ്രാമങ്ങളിലും സിറ്റി സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, തിരക്കുള്ള നഗരപ്രദേശത്തൊക്കെ ഞാൻ പോയി. ഐ ട്രാവൽ ക്യാരിങ് മൈ ഓണേഴ്സ് ഫീറ്റ്. ഞാൻ യാത്ര ചെയ്തു എൻ്റെ ഉടമസ്ഥൻ്റെ കാലുകളുമായി. റബ്ബർ ഫുഡ് വെയർ. ഇപ്പോൾ റബ്ബർ ചെരുപ്പാണ് ഈ കഥ ഓട്ടോബയോഗ്രഫി എഴുതിയിരിക്കുന്ന ആൾ. ഹാവൻറ്റ് യു റെഡ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് ദ റബ്ബർ ഫുഡ് വെയർ? സിമിലർലി പ്രിപ്പയർ ആൻ ഓട്ടോബയോഗ്രഫി ദാറ്റ് ഇൻക്ലൂഡ്സ് ദ പ്രൊഡക്ഷൻ സ്റ്റേജസ് ഓഫ് എനി അതർ പ്രൊഡക്ട്സ് യൂസ്ഡ് ആൻഡ് പ്രസൻറ്റ് ഇൻ ദ ക്ലാസ്. അപ്പം ഞാൻ ഇതിനകത്ത് കോട്ടൻ്റെയാണ് എഴുതിയിട്ടുള്ളത്. കോട്ടൻ്റെ പോലെ തന്നെ നമുക്ക് ആ സെയിം പ്രോസസ്സ് ജൂട്ടിനും എഴുതാം. അപ്പം ഞാൻ കോട്ടൻ്റെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇതിനോടൊപ്പം ചേർക്കാം ഈ ചാപ്റ്ററിൻ്റെ എൻഡിൽ. നൗ വി ഹാവ് ബിക്കം ഫെമിലിയർ വിത്ത് മെനി എക്സാമ്പിൾസ് ഓഫ് ഹൗ റോ മെറ്റീരിയൽസ് കളക്റ്റഡ് ഫ്രം അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് ആർ യൂസ്ഡ് ടു മേക്ക് വേരിയസ് യൂസ്ഫുൾ പ്രോഡക്ട്സ് ഫോർ പീപ്പിൾ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഈ അഗ്രികൾച്ചറൽ സെക്ടർ അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിൽ നിന്നാണ് റോ മെറ്റീരിയൽസ് കിട്ടുന്നത്. റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അസംസ്കൃത വസ്തു. ഈ അസംസ്കൃത വസ്തുക്കൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അഗ്രികൾച്ചറിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ? അതെങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ മനസ്സിലായല്ലോ. അതെങ്ങനെയാണ് ട്രാൻസ്ഫോം ആയിട്ട് നമുക്ക് ഉപകാരപ്രദമായ വസ്തുക്കളായിട്ട് വരുന്നതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? In the early days, it was food crops that were mostly cultivated. ഇപ്പോൾ മുൻകാലങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ആകെ ഭക്ഷണത്തിലുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഭക്ഷണത്തിനുള്ളത് മാത്രമായിരുന്നു. ഗ്രാജുവലി റോ മെറ്റീരിയൽസ് നീഡഡ് ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബിഗാൻ ടു ബി കൾട്ടിവേറ്റഡ്. അതിനുശേഷമാണ് നമ്മൾ വ്യവസായത്തിന് വേണ്ടിയും മറ്റുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. ദിസ് ലീഡ് ടു ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചറൽ ക്രോപ്സ് സച്ച് ആസ് കോട്ടൺ ആൻഡ് ജൂട്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് ഇങ്ങനെ നമ്മൾ മറ്റുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ചണം, കോട്ടൺ, പരുത്തി, ഇതൊക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണത്? പരുത്തി കൊണ്ട് നമ്മൾ കോട്ടൺ വസ്ത്രങ്ങൾ ഉണ്ടാക്കാനും കോട്ടൺ തുണിത്തരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും അല്ലേ? ജൂട്ട് കൊണ്ട് നമ്മൾ എന്താ ഉണ്ടാക്കുക? ജൂട്ട് സിൽക്ക് സാരികൾ, പിന്നെ ബാഗുകൾ, അങ്ങനത്തെ പല സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പായകൾ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റൈലിലും ഉപയോഗിക്കും, ഓഫ് കോഴ്സ് നമ്മൾ തുണികൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എക്സ്പാൻഡ് ചെയ്തെടുത്ത കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ ഭക്ഷണത്തിലുള്ളത് മാത്രമേ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് വ്യാവസായിക അടിസ്ഥാനത്തിൽ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങി. ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഡെവലപ്ഡ് ബൈ യൂസിങ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് റോ മെറ്റീരിയൽസ് ഒബ്റ്റെയിൻഡ് ഫ്രം അഗ്രികൾച്ചർ. ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഡെവലപ്ഡ് ബൈ യൂസിങ് നാച്ചുറൽ റിസോഴ്സ് ആൻഡ് റോ മെറ്റീരിയൽസ് ഒബ്റ്റെയിൻ ഫ്രം അഗ്രികൾച്ചർ. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ, അതായത് രണ്ടാമത്തെ സെക്ടർ, സെക്കൻഡറി സെക്ടർ ഡെവലപ്പ് ആയത് എങ്ങനെയാണ്? വ്യവസായത്തിനുള്ള ഈ കമ്പനികൾ ഒക്കെ പുരോഗമിച്ചത് എങ്ങനെയാണ്? അതൊക്കെ പുരോഗമിച്ചത് എപ്പോഴാണ്? ഈ റോ മെറ്റീരിയൽസ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് അല്ലേ? ഈ റോ മെറ്റീരിയൽസ് നമുക്ക് വേണം. നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് റോ മെറ്റീരിയൽസ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളും നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന വസ്തുക്കളും നമുക്ക് ആവശ്യമാണ്. ഈ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഫാക്ടറിയിൽ നിന്നും പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതെല്ലാം ആവശ്യമാണ്. അപ്പം
നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കൃഷി അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ കൂടി കൃഷി ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ബാമ്പു കൃഷി ചെയ്തിട്ട് ബാമ്പുവിൽ നിന്നാണ് നമ്മൾ പേപ്പർ റോൾ ഉണ്ടാക്കും, അതിൽ നിന്ന് നമ്മൾ നോട്ട്ബുക്കുകളൊക്കെ ഉണ്ടാക്കുന്നത്. Observe the picture. It can be realized from the picture that the agricultural sector and the industrial sector are interconnected. ഇനി ഈ അഗ്രികൾച്ചറൽ സെക്ടറും ഇൻഡസ്ട്രിയൽ സെക്ടറും ഇൻ്റർ കണക്റ്റഡ് ആണ്. രണ്ടും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ദ ടെറിറ്ററി സെക്ടർ പ്രൊവൈഡ്സ് ദ സർവീസസ് റിക്വയർഡ് ഫോർ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ. ഇപ്പോൾ പ്രൈമറി സെക്ടറിനും സെക്കൻഡറി സെക്ടറിനും ആവശ്യമായിട്ടുള്ള സർവീസുകൾ കൊടുക്കുന്നത് ആരാണ്? ടെറിഷറി സെക്ടറാണ്. ഹെൻസ് ഓൾ ദീസ് 3 സെക്ടേഴ്സ് ആർ ഇൻ്റർ കണക്റ്റഡ്. അപ്പോൾ നമുക്ക് എന്താണ് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്? ഈ 3 സെക്ടേഴ്സും ഇൻ്റർ കണക്റ്റഡ് ആണ്. പ്രൈമറി സെക്ടറിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സെക്കൻഡറി സെക്ടറിൽ ഇൻഡസ്ട്രിയൽ രീതിയിൽ വർക്കുകൾ ചെയ്യുന്നത്, ഓരോ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ടെറിറ്ററി സെക്ടർ നമുക്ക് എന്താ ചെയ്യുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള സർവീസുകൾ തരുന്നു. അപ്പോൾ ഇത് മൂന്ന് സെക്ടേഴ്സും ഇൻ്റർ കണക്റ്റഡ് ആണ്. രണ്ടുപേരും 3 സെക്ടേഴ്സിനും പരസ്പര ബന്ധമുണ്ട്. പ്രൊഡക്ഷൻ ബിക്കംസ് പോസിബിൾ ആസ് എ റിസൾട്ട് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഓൾ ദ 3 സെക്ടേഴ്സ്. സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ 3 മേഖലകളിലും എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം ഉണ്ടാവുന്നത്. ലെറ്റ് us see what production is. ഇനി പ്രൊഡക്ഷൻ എന്താണ്, ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. പ്രൊഡക്ഷൻ ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് നീഡഡ് ഫോർ പീപ്പിൾ. ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതും ഒരു സർവീസ് ചെയ്യുന്നതും, സർവീസ് അല്ലെങ്കിൽ ഉൽപ്പന്നം ഉണ്ടാക്കുക, ഇതാണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ഹാപ്പൻസ് ആസ് എ റിസൾട്ട് ഓഫ് ആക്ഷൻ ഓഫ് സെവറൽ ഫാക്ടേഴ്സ്. ഇപ്പോൾ ഈ ഒരു ഉൽപ്പാദനം ഉണ്ടാകുന്നത് പല ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ്. ഒരുമിച്ച് ചേർന്ന് അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഫലമായിട്ടാണ് ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം പുറത്തേക്ക് ഒരു ഉൽപ്പന്നം പുറത്തേക്ക് വരുന്നത്. ദ വേരിയസ് എലമെൻറ്റ്സ് ദാറ്റ് ഹെൽപ്പ് ദ പ്രൊഡക്ഷൻ ആർ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഒരു പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ളത്? ഒരു സാധനം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ആവശ്യമായിട്ടുള്ളത്? ലാൻഡ് ആവശ്യമാണ്. അപ്പോൾ ദീസ് ആർ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇപ്പോൾ ലാൻഡ് ആവശ്യമാണ്, ലേബർ ആവശ്യമാണ്, ക്യാപിറ്റൽ ആവശ്യമാണ്, ഓർഗനൈസേഷൻ ആവശ്യമാണ്. ഇപ്പോൾ ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂമി അല്ലെങ്കിൽ ഒരു കെട്ടിടം ആവശ്യമാണ്. അങ്ങനെ നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ നടത്താനുള്ളൊരു സ്ഥലം, ഒരു സ്പേസ് ആവശ്യമാണ്. ലേബർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? ഈ ലാൻഡിൽ തന്നെ നമുക്ക് റോ മെറ്റീരിയൽസും എല്ലാം ഈ ലാൻഡിലാണ് ഉൾപ്പെടുത്തുന്നത്. പിന്നെ ലേബർ ആവശ്യമാണ്. അപ്പോൾ ലേബർ എന്ന് പറഞ്ഞാൽ ജോലി എടുക്കുന്ന ആൾക്കാർ, ജോലി എടുക്കുന്ന മെഷീനുകൾ, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യമാണ്. ഇനി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനുവേണ്ടി ഒരു ഫിനാൻസ് വേണം, അല്ലേ? ഒരു മുതൽ മുടക്ക് വേണം. ആ മുതൽ മുടക്ക് ആവശ്യമാണ്. പിന്നെ ഒരു ഓർഗനൈസേഷൻ ആവശ്യമാണ്. ഈ ഒരു പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഘടന ആവശ്യമാണ്. ആരാണിത് ചെയ്യുന്നത്, ആരൊക്കെയാണ് ജോലി എടുക്കുന്നത്, ആർക്കൊക്കെയാണ് പൈസ കൊടുക്കേണ്ടത്, എത്ര രൂപ വെച്ചാണ് കൊടുക്കേണ്ടത്, ഇപ്പം എല്ലാം സംഘടിപ്പിക്കണം, അല്ലേ? ഈ ഓരോ കാര്യങ്ങളും ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം. അതിന് വേണ്ടി ഒരു സംഘടന ആവശ്യമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് താഴെ നോക്കാം. ലാൻഡാണ് ആദ്യം വരുന്നത്. വാട്ടർ, എയർ, സൺലൈറ്റ്, സോയിൽ, മൈൻഡ്, മിനറൽസ് ആൻഡ് സോ ഓൺ ആർ റിഫർഡ് ടു ആസ് ലാൻഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സ്. ഇപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഈ ഉൽപ്പാദന പ്രക്രിയയിൽ ലാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ടർ, എയർ, സൺലൈറ്റ്, സോയിൽ, മൈൻഡ്, മിനറൽസ്. ഈ മൈൻഡ് മിനറൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ പെടും? കോള് പെടും, പെട്രോളിയം പെടും. അങ്ങനെ നമ്മൾ ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന എല്ലാ വസ്തുക്കളും നമുക്ക് മൈൻഡ് മിനറൽസാണ്. കോപ്പർ, അയൺ, ഗോൾഡ്, സിൽവർ, ഇതൊക്കെ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ച് ആ ഓറെടുത്തിട്ട്, ഓറെന്ന് പറയുമ്പോൾ അയിരം എന്നാണ് അതിനെ പറയുന്നത്. ആ അയിരം എടുത്തിട്ട് അത് ഫാക്ടറിയിൽ കൊണ്ടുപോയി ഫിൽട്ടർ ചെയ്ത് അതിനെ നമ്മൾ അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യണത്, ഈ മൈൻഡ് മിനറൽസിൽ നിന്ന്. അപ്പോൾ ഇതെല്ലാം ധാതുക്കൾ, മൈൻഡ് മിനറൽസ് എന്ന് പറയുമ്പോൾ ധാതുക്കളാണ്, ഈ മണ്ണിനടിയിലുള്ള ധാതുക്കൾ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ലാൻഡിൽ പെടുന്നതാണ്. ദ നാച്ചുറൽ റിസോഴ്സസ് ഫ്രം ദ എർത്ത് സർഫസ്, അറ്റ്മോസ്ഫിയർ ആൻഡ് ഇൻറ്റീരിയർ ആർ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസുകൾ, പ്രകൃതി വിഭവങ്ങൾ, പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങൾ. അതായത് എയർ, വാട്ടർ, വിൻഡ്, സോയിൽ, ഇതെല്ലാം റോക്സ്, ഇതൊക്കെ പ്രകൃതി വിഭവങ്ങളാണ്. മിനറൽസ്, അതൊക്കെ
ഇതൊക്കെ പ്രകൃതി വിഭവങ്ങളാണ്. അപ്പോൾ പ്രകൃതി വിഭവങ്ങളും ഫ്രം ദ എർത്ത് സർഫസ്, ഭൂമിയുടെ മുകളിൽ നിന്ന് സർഫസിലുള്ള പ്രകൃതി വിഭവങ്ങളും, അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തിലുള്ളത്, ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉള്ളിലുള്ളത്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യും. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ഭൂമിയിൽ നിന്ന്, ലാൻഡിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളത് കോൾ, വാട്ടർ, റോക്ക്, സോയിൽ, ഫോറസ്റ്റ് റിസോഴ്സസ്, വിൻഡ് മില്ല്, ഇതെല്ലാമാണ് നമുക്ക് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഫോറസ്റ്റ് റിസോഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മരങ്ങളുണ്ട്, മരങ്ങൾ മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന പല വസ്തുക്കളുണ്ട്. ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലത്തെ മൃഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, അങ്ങനെ പല സാധനങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഈ ഫോറസ്റ്റ് റിസോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പല സാധനങ്ങൾ കിട്ടുന്നുണ്ട്. Identify other natural resources used in the production process in addition to those shown in the picture and complete the list. അപ്പോൾ ഇതല്ലാതെ വേറെ എന്തൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഫ്രം ലാൻഡിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഉള്ളതിന് പെട്രോളിയം തന്നിട്ടുണ്ട്, ഫോസിൽ ഫ്യൂവൽസ്. പെട്രോളിയം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഫോസിൽ ഫ്യൂവൽസാണ്. ഫോസിൽ ഫ്യൂവൽസിൽ പെടുന്നതാണ് പെട്രോളിയം. മണ്ണടിയിൽ വർഷങ്ങളായിട്ട് കിടക്കുന്ന മൃഗങ്ങളുടെയും മരങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ. ആനിമൽസ്, മൃഗങ്ങളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പല മൃഗങ്ങളുടെയും തോലുകളും അവരുടെ എല്ലുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. മെറ്റൽസ്, സൺലൈറ്റ്, എയർ, ഇതെല്ലാമാണ് നമുക്ക് ഇനി ഈ ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ലേബർ, ദ യൂസ് ഓഫ് മാൻ പവർ ഓഫ് വർക്കേഴ്സ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് കോൾഡ് ലേബർ. ഇനി നെക്സ്റ്റ് ഹെഡിങ് ലേബറാണ്. മനുഷ്യശക്തിയുടെ ഉപയോഗം ഈ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ആണെങ്കിലും അല്ലെങ്കിൽ കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് മനുഷ്യശക്തി ഉപയോഗിക്കേണ്ട ആവശ്യം വരാറുണ്ട്. ഒരു ഉൽപ്പന്നം ഒരു ഉൽപ്പന്നത്തിൻ്റെ ആ ഒരു മേക്കിങ്ങിന് വേണ്ടിയിട്ട്, ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാൻ പവർ വേണം. അതാണ് മനുഷ്യൻ്റെ ശക്തി, മനുഷ്യന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. വർക്കേഴ്സ് ബിക്കം പാർട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ് യൂസിങ് ദർ ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റീസ്. ഒരു ജോലിക്കാരൻ അവൻ്റെ ഫിസിക്കൽ കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റി, ചില ആൾക്കാർ അവരുടെ ശാരീരിക അധ്വാനം കൊണ്ടായിരിക്കും അവർക്ക് മാൻ പവർ കൊടുക്കുന്നത്, മനുഷ്യശക്തി കൊടുക്കുന്നത്. ചിലപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, അവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള ജോലികളായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതിനെയാണ് ഈ ലേബർ എന്ന് പറയുന്നത്. ആളുകൾ എന്ത് ചെയ്യും, ഒരു കമ്പനിയിൽ ജോലി എടുക്കുന്നതിന്. അത് ചിലപ്പോൾ ഫിസിക്കലായിട്ടുള്ള ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ജോലി ആയിരിക്കാം. ഇൻ്റലക്ച്വൽ എന്ന് പറയുമ്പോൾ ബുദ്ധിപരമായിട്ടുള്ള ജോലികൾ, ഓഫീസ് വർക്കുകളും കാര്യങ്ങളും. ഫിസിക്കലായിട്ടുള്ള ജോലികൾ എന്ന് പറയുമ്പോൾ സാധാരണ ഈ പണിയെടുക്കുന്നത്, കൂലിപ്പണിയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് പണിയാണെങ്കിലും ആ പണിയെടുക്കുന്നത്, ആരോഗ്യം കൊണ്ടുള്ള പണിയെടുക്കുന്നത്, ഫിസിക്കലായിട്ടുള്ള പണി. ദോസ് ഹു ഗെറ്റ് റിവാർഡഡ് ഫോർ ദെയർ വർക്ക് ആർ കൺസിഡേർഡ് ആസ് ലേബേഴ്സ്. ഈ ജോലി എടുക്കുന്നതിന് നമുക്ക് എന്ത് കിട്ടും? റിവാർഡ് കിട്ടും. റിവാർഡാണ് നമുക്ക് പൈസ തരുന്നത്. ശമ്പളമായിട്ട് അല്ലെങ്കിൽ സാലറി ആയിട്ട് നമുക്ക് പൈസ തരുന്നു, അതാണ് നമ്മുടെ റിവാർഡ്. നമ്മൾ പണിയെടുക്കുന്നു, ആ പണിക്ക് നമ്മുടെ ആ ജോലിക്ക് അവർ നമുക്ക് കാശ് തരുന്നു. Haven't you met the people in various employment in your locality? Find out the characteristics of their employment. അപ്പം നമ്മൾ പല ജോലികൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മുടെ പരിസരത്തും ഒക്കെ ആയിട്ട് നമ്മുടെ റിലേറ്റീവ്സിൻ്റെയും നമ്മുടെ വീട്ടുകാരുടെ ഒക്കെ ഇടയിൽ പല ജോലിക്കാരുണ്ട് അല്ലേ. അപ്പോൾ അത് ഏതൊക്കെ ജോലിയാണെന്നൊക്കെ ഒന്ന് നമുക്ക് അറിഞ്ഞിരിക്കാം. ഇപ്പോൾ 2-3 ജോലികൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ടെക്നീഷ്യൻ, മെയിൻ്റനൻസ് വർക്കേഴ്സ്, അസംബ്ലർ, ഫാബ്രിക്കേറ്റർ, ഡയറക്ടർ, ക്വാളിറ്റി കൺട്രോളർ, ഇതൊക്കെ ഒരു ഫാക്ടറിയിൽ ഉണ്ടാവുന്ന ജോലികളാണ്. അപ്പോൾ ഇതുപോലെ വേറെ എന്തെല്ലാം ജോലികളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ഹെഡിങ് ഈസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ മൂലധനമാണ്. നമ്മൾ ഒരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു എമൗണ്ട് വേണമല്ലോ. എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടി ഫ്രീ ആയിട്ട് ആരും നമുക്കൊന്നും തുടങ്ങാൻ സമ്മതിക്കില്ല, നമുക്കൊന്നും തുടങ്ങാൻ സാധിക്കില്ല. അപ്പോൾ അതിനൊരു മൂലധനം വേണം. അതാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. മൂലധനം എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന കുറച്ച് പൈസ. ദ പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് എനി പ്രോഡക്റ്റ് റിക്വയർസ് ക്യാപിറ്റൽ. ഇപ്പോൾ ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ആ ഒരു പ്രൊഡക്ഷൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ്, ഉൽപ്പാദനത്തിൻ്റെ ആ ഒരു പ്രക്രിയ, ആ ഒരു പരിപാടി, ആ ഒരു പ്രക്രിയയ്ക്ക് എന്താവശ്യമാണ്? നമുക്കൊരു മൂലധനം ആവശ്യമാണ്. ക്യാപിറ്റൽ റിഫേഴ്സ് ടു ദ വെൽത്ത് ആൻഡ് റിസോഴ്സസ് യൂസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഈ ഒരു
ഒരു സാധനമോ അല്ലെങ്കിൽ ഒരു സർവീസോ ഒരു സേവനമോ കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യും? ഒരു വെൽത്ത് വേണം, ഒരു റിസോഴ്സ് വേണം. റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സാധനം വേണം, ഒരു റോ മെറ്റീരിയൽ വേണം, ഒരു വിഭവം വേണം. അതോടൊപ്പം തന്നെ കുറച്ച് പൈസയും വേണം. അതിന് പറയുന്നതാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മൂലധനം എന്ന് പറഞ്ഞാൽ. ഫാക്ടറീസ്, ബിൽഡിംഗ് മെഷീനറീസ്, റോ മെറ്റീരിയൽസ്, വെഹിക്കിൾസ്, കമ്പ്യൂട്ടർ ആൻഡ് വേജസ് ഫോർ വർക്കേഴ്സ് ആർ ഓൾ പാർട്ട് ഓഫ് ക്യാപിറ്റൽ. ഫാക്ടറി, ഒരു ഫാക്ടറി ആണെങ്കിൽ ആ ഫാക്ടറിയുടെ ബിൽഡിങ്, അതിൻ്റെ മെഷീനറീസ്, നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മെഷീനറീസ് വേണം. പിന്നെ അതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തു, എന്ത് സാധനമാണോ ഉണ്ടാക്കേണ്ടത് അതിനൊരു അസംസ്കൃത വസ്തു വേണം. അപ്പോൾ അത് വാങ്ങണം, അത് വാങ്ങാൻ വേണ്ടിയുള്ള പൈസ നമ്മുടെ കയ്യിൽ വേണം. ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു, നമുക്കൊരു ഉൽപ്പന്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പാക്കിങ് ചെയ്യാൻ വേണ്ടി കാശ് ആവശ്യമാണ്. അതിന് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ, ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കാശ് ആവശ്യമാണ്. കമ്പ്യൂട്ടർ ആവശ്യമാണ്, നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും കമ്പ്യൂട്ടേഴ്സ് ആവശ്യമാണ്. ഈ ജോലി എടുക്കുന്ന വർക്കേഴ്സിന് നമുക്ക് എന്ത് കൊടുക്കണം? വേജസ് കൊടുക്കണം. വേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശമ്പളം കൊടുക്കണം. ആ ശമ്പളത്തിന് വേണ്ടി നമുക്ക് പൈസ ആവശ്യമാണ്. അപ്പം ഇതെല്ലാം നമ്മൾ ആദ്യമേ കണ്ടുവെക്കണം. നമുക്ക് സാധനം ഉണ്ടാക്കി അത് വിറ്റ് കഴിഞ്ഞിട്ട് ആ പൈസ എടുത്തിട്ടല്ലല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഒരു തുക ആവശ്യമാണ്. അപ്പോൾ അതാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ആ ക്യാപിറ്റലിൽ ഇതൊക്കെ പെടും. ഫാക്ടറി പെടും, മെഷീനറീസ്, റോ മെറ്റീരിയൽ, വെഹിക്കിൾ, കമ്പ്യൂട്ടർ, വേജസ് ഫോർ ദ വർക്കേഴ്സ്, ഇതൊക്കെ ക്യാപിറ്റലിൽ പെടും. ഫോംസ് ഓഫ് ക്യാപിറ്റൽ, ഇനി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ ടേക്സ് മെനി ഫോംസ് സച്ച് ആസ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ. ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യും, പൈസ നമ്മൾ നിക്ഷേപിക്കും. ഹ്യൂമൻ ക്യാപിറ്റൽ, അത് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വർക്കേഴ്സിനെ സെലക്ട് ചെയ്യും. നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് ജോലിക്കാരെ സെലക്ട് ചെയ്യും. അവരെന്ത് ചെയ്യാണ്? അവർ നല്ല സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ആയിരിക്കും. അവർക്ക് നല്ല ഇതിനെപ്പറ്റി, ഈ ഒരു പ്രോസസ്സിനെ പറ്റി നല്ല അറിവുള്ള വർക്കേഴ്സ് ആയിരിക്കും. അപ്പോൾ അവരുടെ ആ കഴിവിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ പെടും? മെഷീനറീസ് പെടും. എന്തൊക്കെ മെഷീൻസാണ് നമുക്ക് ആവശ്യമുള്ളത് ആ മെഷീൻസ് പെടും. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ബിൽഡിങ് കാര്യങ്ങൾ ഒക്കെ അതിനകത്ത് പെടും. ആൻഡ് നാച്ചുറൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസോഴ്സസ് ആണ്, വിഭവങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് ആവശ്യമുള്ളത്. എൻവയറമെൻറ്റൽ അല്ലെങ്കിൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങളാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, അതെല്ലാം ക്യാപിറ്റലിൽ പെടുന്നതാണ്. ഇനി അടുത്ത ഹെഡിങ് ഓർഗനൈസേഷനാണ്. ഓർഗനൈസേഷൻ ഇസ് കോർഡിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് ആസ് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഈ ലാൻഡും ലേബറും ക്യാപിറ്റലും മൂന്നായി നിന്നതുകൊണ്ട് കാര്യമില്ല. ഇതെല്ലാം ഒരുമിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ആര് വേണം? ഇതെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ ഒരാളോ ഒന്നോ രണ്ടോ ആളുകൾ വേണം. അപ്പോൾ അതാണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഒരു സംഘടന. ആ ഒരു സംഘടനയാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. ദോസ് ഹൂ വർക്ക് ഫോർ ദിസ് ആർ നോൺ ആസ് ഓർഗനൈസേഴ്സ് ഓർ ഓൺടർപ്രണേഴ്സ്. അപ്പോൾ ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരെയാണ് ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഫോമിങ് എ ന്യൂ ബിസിനസ് ഐഡിയ, റേസിംഗ് ദ നെസസറി ക്യാപിറ്റൽ ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ദാറ്റ് ഐഡിയ ആർ ദ പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു ബിസിനസ് ഐഡിയ കൊണ്ടുവരും. ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യാം, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലാഭം ഉണ്ടാകും, അല്ലെങ്കിൽ ഇതെനിക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് ആയിരിക്കുമല്ലോ നമ്മൾ എപ്പോഴും നോക്കുന്നത്. അല്ലാതെ നമുക്ക് നഷ്ടം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് നമ്മൾ നോക്കില്ല. അപ്പോൾ ഇത് നഷ്ടം ഉണ്ടാവില്ല, എനിക്ക് ലാഭമായിരിക്കും ഉണ്ടാകുന്നത്, ഇത് നമുക്ക് കുറേ നാൾ ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സാണ്, പൂട്ടിപ്പോകുന്നൊരു പരിപാടിയല്ല എന്നുള്ള ആ ഒരു ക്ലാരിറ്റിയോടുകൂടെ നമുക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് വേണം? അതിന് നമുക്കൊരു ക്യാപിറ്റൽ വേണം, ഒരു മൂലധനം വേണം. ആ മൂലധനം നമ്മൾ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? എവിടെ നിന്നാണ് സംഘടിപ്പിക്കുന്നത്? ചില ആൾക്കാർ ബാങ്ക് ലോൺ എടുക്കുകയോ അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടാവുന്ന നിക്ഷേപമോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പൈസയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ക്യാപിറ്റൽ സംഘടിപ്പിക്കുന്നു. ഈ ക്യാപിറ്റലിൽ നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഈ ഐഡിയ, നമ്മളൊരു ഐഡിയ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ആ ഐഡിയ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്?
എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ഓർഗനൈസേഷൻ, ഈ സംഘടനയാണ് അതൊക്കെ ചെയ്യുന്നത്. വെൻ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വർക്ക് ടുഗെദർ പ്രൊഡക്ഷൻ ടേക്സ് പ്ലേസസ് ആൻഡ് പ്രോഡക്ട്സ് ആർ മെയ്ഡ്. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സും ഒരുമിച്ച് ചേർന്ന് കഴിയുമ്പോഴാണ്, ഒരുമിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു ഉൽപ്പന്നം ഉണ്ടാകുന്നതും ആ ഉൽപ്പന്നത്തിൻ്റെ ആ ഒരു പ്രോസസ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ്, പ്രക്രിയ നടക്കുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് ആസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ റിക്വയർ റിവാർഡ്. ഇപ്പോൾ ഈ ലാൻഡിനും ലേബറിനും ക്യാപിറ്റലിനും ഓർഗനൈസേഷനും ഇതിനെല്ലാത്തിനും നമ്മൾ എന്ത് കൊടുക്കും? റിവാർഡ് കൊടുക്കും. റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന പണിക്കുള്ള കൂലി. ലെറ്റ്സ് ചെക്ക് വാട്ട് ദേ ആർ. ഇനി ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ലാൻഡിന് കിട്ടുന്ന റിവാർഡ് എന്താണ്? ലാൻഡിന് കിട്ടുന്ന റിവാർഡ് റെൻ്റാണ്. ഇപ്പം നമ്മളൊരു സ്ഥലം നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ബിൽഡിങ് വാടകയ്ക്ക് എടുക്കുന്നു. അപ്പോൾ ആ ലാൻഡിന് എന്ത് കിട്ടും? റെൻറ്റ് കിട്ടും. ഇനി ലേബർ എന്ന് പറഞ്ഞാൽ ജോലി എടുക്കുന്ന ആൾക്കാർ, അത് ഇൻ്റലക്ച്വൽ ലേബർ ആകാം അല്ലെങ്കിൽ ഫിസിക്കൽ ലേബർ ആകാം. ഈ ജോലി എടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എന്ത് കൊടുക്കും? വേജസ് കൊടുക്കും, അവരുടെ ശമ്പളം കൊടുക്കും. ഇനി ക്യാപിറ്റൽ എന്താണ്? നമ്മൾ ആദ്യമേ കൊടുക്കുന്ന ഒരു മുതൽ മുടക്ക്, ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ. ഈ പൈസക്ക് നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പക്ഷെ പലിശയല്ല, നമുക്ക് പ്രോഫിറ്റാണ്. ഒരു ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം കിട്ടും. ഒരു പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എന്ത് കിട്ടും? ലാഭം കിട്ടും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കിട്ടും. നമ്മൾ മുതൽ മുടക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ലാഭമാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഓർഗനൈസേഷന് നമുക്ക് ഈ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ഈ ഒരു സംഘടനയ്ക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഈ ഒരു സാധനം വിറ്റ് കഴിയുമ്പോൾ ആ വിറ്റ പൈസയിൽ നിന്ന് എന്ത് കിട്ടും? ലാഭം കിട്ടും. മുടക്കിയ മുതലിന് നമുക്ക് പലിശയും കിട്ടും. ഈ ഓർഗനൈസേഷൻ, ഈ സംഘടനയ്ക്ക് നമുക്ക് എന്ത് കിട്ടും? ലാഭവും കിട്ടും. കംപ്ലീറ്റ് ദ ഗിവൻ വർക്ക്ഷീറ്റ് ഓൺ പ്രൊഡക്ഷൻ ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ താഴെ ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യാം. യൂസ് ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ ലേബർ. അപ്പോൾ ഫിസിക്കൽ ഇൻ്റലക്ച്വൽ ലേബർ ആരാണ് യൂസ് ചെയ്യണത്? ലേബററാണ് യൂസ് ചെയ്യണത്. ദ റിവാർഡ് ഫോർ ക്യാപിറ്റൽ ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ്. റിവാർഡ് എന്താണ്? ക്യാപിറ്റലിന് കിട്ടുന്ന റിവാർഡ് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. Factors of production that provides necessary physical infrastructure for production. ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുന്നത് ആരാണ്? ക്യാപിറ്റലിൽ പെടുന്നതാണ് ഈ ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ. മെഷീനറീസും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ക്യാപിറ്റലിൽ പെടുന്നതാണ്. എ പേഴ്സൺ ഹൂ ടേക്സ് ദ ലീഡർഷിപ്പ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് എ ന്യൂ ബിസിനസ് ഐഡിയ. ഒരു പുതിയ ബിസിനസ് ഐഡിയ കൊണ്ടുവരുന്ന ആളെ പറയുന്ന പേരുന്നതാണ് ഓർഗനൈസർ അല്ലെങ്കിൽ ഓൺടർപ്രണർ എന്ന് പറയും. ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ദ ഫാക്ടർ ഇൻ വിച്ച് റെൻറ്റ് ഈസ് ദ റിവാർഡ്. ഇപ്പോൾ റെൻറ്റ് നമ്മൾ റിവാർഡായിട്ട് കൊടുക്കുന്നത് ഏത് ഫാക്ടറിനാണ്? ലാൻഡിനാണ് റെൻറ്റ് കൊടുക്കുന്നത്. ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ ആണ് അടുത്ത ഹെഡിങ്. ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ. ഒബ്സർവ് ദ പിക്ചർ. ഐ നീഡ് സം തിങ്സ്. ചാർട്ട് പേപ്പർ, റിബൺ, സ്കെയിൽ ആൻഡ് സ്കെച്ച് പെൻ. ഇപ്പോൾ ഒരു കുട്ടി കടയിൽ നിൽക്കുന്നൊരു പിക്ചറാണ്. ഒരു സ്റ്റേഷനറി ഷോപ്പാണ്. അവിടെ ചാർട്ട് പേപ്പർ, റിബൺ, സ്കെയിൽ, സ്കെച്ച് പെൻ ഒക്കെ വേണമെന്ന് പറയുന്നുണ്ട്. ഈ കുട്ടി അത് വാങ്ങാൻ പോവുകയാണ്. ഡോണ്ട് യു ബൈ ആൻഡ് യൂസ് തിങ്സ്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ടോ? ഓഫ് കോഴ്സ് നമ്മൾ വാങ്ങാറുണ്ട്. We use goods and services to fulfill needs like food, shelter, clothing, health, education and entertainment. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധനങ്ങളോ വസ്തുക്കളൊക്കെ വാങ്ങിക്കും, അതുപോലെ സേവനവും സ്വീകരിക്കും. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഭക്ഷണത്തിന് വേണ്ടി സാധനങ്ങൾ വാങ്ങാറുണ്ട്. ഷെൽട്ടർ, പാർപ്പിടത്തിന്, ക്ലോത്തിങ്, വസ്ത്രം, ഹെൽത്ത്, ആരോഗ്യം, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, എൻ്റർടൈൻമെൻറ്റ്, വിനോദം, ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാറുമുണ്ട്, ഗുഡ്സ് വാങ്ങിക്കാറുണ്ട്, സർവീസസ് യൂസ് ചെയ്യാറുമുണ്ട്, അല്ലെ, സേവനങ്ങൾ യൂസ് ചെയ്യാറുമുണ്ട്. ഇനി മേക്ക് എ ലിസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് യു ഹാവ് യൂസ്ഡ് ഇൻ യുവർ ഹോം ഇൻ ദ പാസ്റ്റ് വീക്ക്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റും നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സർവീസുകളുടെ ലിസ്റ്റും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർവീസുകൾ എന്തൊക്കെയാണ്? ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അത്, ഇലക്ട്രിസിറ്റി. കൺസപ്ഷൻ ഈസ് ദ ആക്ട് ഓഫ് ബൈയിങ് ആൻഡ് യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു മീറ്റ് ഹ്യൂമൻ നീഡ്സ്. ഇപ്പോൾ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു സാധനം വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു സർവീസ് സ്വീകരിക്കുകയോ ചെയ്യുന്നതിനാണ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു സർവീസ് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിക്കുന്നു. എ കൺസ്യൂമർ ഇസ് എ പേഴ്സൺ ഹൂ ബൈസ് ആൻഡ് യൂസസ് എനി ഗുഡ്സ് ഓർ സർവീസസ് ഫോർ എ പ്രൈസ് ഓർ ഓൺ എൻ എഗ്രിമെൻറ്റ് ടു പേ ഫോർ ഇറ്റ്. ഇപ്പോൾ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാണ്? കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു
ഏത് വ്യക്തിയാണോ ഈ സർവീസ് സ്വീകരിക്കുന്നത് അയാളെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഉപഭോക്താവ്. കൺസ്യൂമർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിസിറ്റർ ഓൺ അവർ പ്രിമിസസ്. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിസിറ്റർ ആരാണ്? കൺസ്യൂമറാണ്. ഹീ ഈസ് നോട്ട് ഡിപ്പെൻഡഡ് ഓൺ അസ്. ആ കൺസ്യൂമർ, ഉപഭോക്താവ് നമ്മളുടെ ഡിപ്പെൻഡൻ്റ് അല്ല. വി ആർ ഡിപ്പെൻഡിങ് ഓൺ ഹിം. നമ്മളാണ് ആ കൺസ്യൂമറിൽ അല്ലെങ്കിൽ ഉപഭോക്താവിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുന്നത്. ഹീ ഈസ് നോട്ട് ആൻ ഇൻറ്ററപ്ഷൻ ടു ഇൻ അവർ വർക്ക്. നമ്മുടെ ജോലിക്ക് അവരൊരു തടസ്സമല്ല. ഹീ ഈസ് എ പർപ്പസ് ഓഫ് ഇറ്റ്. അവരാണ് ഈ ജോലി എടുക്കാൻ നമ്മൾക്ക് ഈ ജോലി തരുന്നത് അവരാണ്. ഹീ ഈസ് നോട്ട് എൻ ഔട്ട്സൈഡർ ഇൻ അവർ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൽ അവർ ഒരു ഔട്ട്സൈഡർ അല്ല, പുറമേ ഉള്ള ഒരാളല്ല. ഹീ ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്. അവർ അതിലൊരു ഭാഗമാണ്. വി ആർ നോട്ട് ഡൂയിങ് ഹിം എ ഫേവർ ബൈ സർവിങ് ഹിം. നമ്മളൊരാളെ സേവിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കുന്നത് നമ്മൾ അവർക്കൊരു ഫേവർ കൊടുക്കുന്നതല്ല. ഹീ ഈസ് ഡൂയിങ് അസ് എ ഫേവർ ബൈ ഗിവിങ് അസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഡൂ സോ. അവരാണ്, ഉപഭോക്താവാണ് നമുക്ക് ഒരവസരം തരുന്നത്. നമുക്ക് ഒരു സേവനം ഉറപ്പാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സേവനം ചെയ്യുന്നതിനൊരു അവസരം അവരാണ് നമുക്ക് തരുന്നത്. ഹാവൻറ്റ് യു റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ കൺസ്യൂമർ ഫ്രം ഗാന്ധിജീസ് വേർഡ്സ്. അപ്പോൾ ഇത് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നതാണ് ഒരു കൺസ്യൂമറിനെ പറ്റി, ഒരു ഉപഭോക്താവിനെ പറ്റി ഗാന്ധിജി പറഞ്ഞിരിക്കുന്ന വേർഡ്സാണിത്. ആസ് എ കൺസ്യൂമർ, ഡു വി റിസീവ് ദിസ് ഇമ്പോർട്ടൻസ് ആൻഡ് കൺസിഡറേഷൻ ഫ്രം സ്റ്റോർസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെൻ വി യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഒരു വിദ്യാഭ്യാസവും ഇതിനകത്തുള്ളൊരു സർവീസ് തന്നെയാണ് കേട്ടോ. വിദ്യാഭ്യാസം ഒരു സർവീസാണ്. നമ്മൾ പൈസ കൊടുത്താണ് വിദ്യാഭ്യാസം വാങ്ങിക്കുന്നത്. അപ്പോൾ അതൊരു സർവീസാണ്. അവർ നമ്മളെ സെർവാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പാരൻസിനും വിദ്യാർത്ഥികൾക്കുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പക്ഷേ മിക്ക സ്ഥലത്തും അങ്ങനെയൊന്നുമല്ല. As consumers, do we receive this importance and consideration from stores and institution when we use goods and service? നമുക്ക് ഈ ഒരു കൺസിഡറേഷനും ഈ ഒരു ഇമ്പോർട്ടൻസും ഈ ഒരു പ്രാധാന്യവും ഈ ഒരു പരിഗണനയും ഒക്കെ ആരെങ്കിലും തരുന്നുണ്ടോ? ഈ കടകളിലാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും നമുക്കിങ്ങനൊരു പ്രാധാന്യമോ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷനും തരുന്നുണ്ടോ? അഡൾട്ടറേഷൻ ഇൻ കറി പൗഡർ പ്രോഡക്ട്സ് ഓഫ് ലീഡിങ് കമ്പനീസ് സീസ്ഡ്. ഇത് ഒരു പത്രവാർത്തയാണ്. അഡൾട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മായം ചേർക്കലാണ്. മായം ചേർക്കൽ, കറി പൗഡറിൽ മായം ചേർത്തു, ഒരു പ്രമുഖ കമ്പനി പൂട്ടി. മെഷർമെൻറ്റ്സ് ഫ്രോഡ്, 90 lakhs imposed as fine in 1 month. മെഷർമെൻറ്റ് ഫ്രോഡ്, അതായത് തൂക്കത്തിൽ തട്ടിപ്പ് നടത്തിയത് 90 lakhs ആണ് അവർക്ക് ഫൈൻ കൊടുത്തിരിക്കുന്നത്. ഒരു മാസത്തെ ഫൈൻ 90 lakhs. പുവർ ഹൈജീൻ ആൻഡ് ഹൈ അഡൾട്രേഷൻ. പുവർ ഹൈജീൻ, വൃത്തിഹീനമായ സാഹചര്യമാണ്. അതുപോലെ മായം ചേർക്കലും. ഓവർ 100 ഹോട്ടൽസ് ഷട്ട് ഡൗൺ. ഏകദേശം 100 ഹോട്ടലുകൾ പൂട്ടി. 400 kgs ഓഫ് സ്റ്റെയിൽ ഫിഷ് സീസ്ഡ് ആൻഡ് ഡിസ്ട്രോയിഡ്. 400 കിലോ സ്റ്റെയിൽ ഫിഷ്, ചീഞ്ഞ മത്സ്യം എന്ത് ചെയ്തു? സീസ്ഡ് എന്ന് പറഞ്ഞാൽ പിടിച്ചെടുത്തു, ഡിസ്ട്രോയ് ചെയ്തു, നശിപ്പിച്ചു. ഒബ്സർവ് ദ ന്യൂസ് ഹെഡ്ലൈൻസ്. അപ്പോൾ ഇതെല്ലാം ന്യൂസ് ഹെഡ്ലൈൻസ് ആണ്, വാർത്തകളാണ്. ഹാവ് യു നോട്ടീസ് സച്ച് ഇൻസിഡൻസ്? അപ്പോൾ ഇങ്ങനത്തെ ഇൻസിഡൻസ് നമ്മൾ കണ്ടിട്ടുണ്ടോ? തീർച്ചയായും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും, അല്ലേ? ഇങ്ങനത്തെ ഈ ഹോട്ടലിലെയും ഇവിടുത്തെയൊക്കെ ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട്. ആസ് കൺസ്യൂമേഴ്സ്, വാട്ട് ഓൾ റൈറ്റ്സ് ഡു വി ഹാവ് വൈൽ ബൈയിങ് ഗുഡ്സ് ആൻഡ് യൂസിങ് സർവീസസ്? നമ്മൾ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് ഉള്ളത്? ക്വാളിറ്റി, ക്രെഡിബിലിറ്റി, ആഫ്റ്റർ സെയിൽ സർവീസ്, അക്യുറസി ഇൻ മെഷർമെൻറ്റ് ആൻഡ് വെയ്റ്റിംഗ്. ഇപ്പോൾ ക്വാളിറ്റി, ഗുണനിലവാരം, ക്രെഡിബിലിറ്റി, വിശ്വാസ്യത, ആഫ്റ്റർ സെയിൽ സർവീസ്, വിൽപ്പന കഴിഞ്ഞിട്ടുള്ള സേവനങ്ങൾ, സർവീസുകൾ. ഇപ്പോൾ ഒരു സാധനം നമ്മൾ വാങ്ങി, ഒരു TV വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീനോ ഒരു മിക്സിയോ ഗ്രൈൻഡറോ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു 6 മാസം നമുക്ക് വാറണ്ടി, പിന്നെ ഒരു ഗ്യാരണ്ടി, അതൊക്കെ നമുക്ക് തരാറില്ലേ? 6 മാസം ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ തരാറില്ലേ? അപ്പോൾ അതാണ് ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൊബൈൽ ഫോണിന് ഒരു 6 മാസമോ അല്ലെങ്കിൽ 9 മാസമൊക്കെ നമുക്ക് ഗ്യാരണ്ടിയും വാറണ്ടിയൊക്കെ തരാറുണ്ട്. അപ്പോൾ അതെല്ലാമാണ്. ബൈക്കുകൾ, കാറുകൾ, എല്ലാത്തിനും നമുക്ക് അങ്ങനെ തരാറുണ്ട്. അതാണ് ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറഞ്ഞാൽ. ഇനി അക്യുറസി ഇൻ മെഷർമെൻറ്റ് ആൻഡ് വെയിങ്, തൂക്കത്തിലും അളവിലും ഉള്ള കൃത്യത. ഇനി കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് ബിലോ. ലീഗലി സ്റ്റാമ്പ്ഡ് മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ചെക്ക്ഡ് ബിഫോർ പർച്ചേസിങ്. അപ്പോൾ
ഇത് നമ്മൾ നോക്കാറുണ്ടോ? MRP നമ്മൾ നോക്കാറുണ്ടോ എപ്പോഴും? MRP നമ്മൾ നോക്കണം. ഇതെല്ലാം നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. MRP നമ്മൾ നോക്കണം. വെൻ പർച്ചേസിങ് ഫുഡ് ഐറ്റംസ്, ഇറ്റ് ഈസ് എൻഷുർഡ് ദാറ്റ് ദ എക്സ്പയറി ഡേറ്റ് ഇസ് നോട്ട് ഓവർ. എന്ത് ഫുഡ് ഐറ്റം വാങ്ങിക്കുമ്പോഴും, ഫുഡ് ഐറ്റം മാത്രമല്ല എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കൂടി ഒന്ന് നോക്കണം. അത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. കൺസ്യൂമറിൻ്റെ അവകാശമാണത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ ഇല്ലയോ എന്ന് നോക്കുക. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനമാണെങ്കിൽ തിരിച്ചു കൊടുക്കുക. ദ പ്രോഡക്റ്റ് ഹാഡ് ദ ക്വാളിറ്റി ക്ലെയിംഡ് ഇൻ ദ അഡ്വർടൈസ്മെൻറ്റ്. ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോകുന്നത്. ഇപ്പോൾ ആഡുകൾ കണ്ടിട്ടാണ് നമ്മളെപ്പോഴും ഒരു സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ ആ സാധനത്തിന് ആഡിൽ തന്നിരിക്കുന്ന സെയിം ക്വാളിറ്റി ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. അത് നമ്മുടെ അവകാശമാണത്. ഒരു കൺസ്യൂമറിൻ്റെ അവകാശമാണ്, ഉപഭോക്താവിൻ്റെ അവകാശമാണത്. ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടത്. ടൈംലി ആഫ്റ്റർ സെയിൽ സർവീസ് ഈസ് അവൈലബിൾ ഫോർ ഇലക്ട്രോണിക് ഐറ്റംസ് അറ്റ് ഹോം. ഇപ്പം നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന ഇലക്ട്രോണിക് ഐറ്റംസ്, ഫോണായാലും TV ആയാലും മിക്സി, ഗ്രൈൻഡർ, ഈ അയൺ ബോക്സ്, ഇതൊക്കെ ആഫ്റ്റർ സെയിൽസ് ഒരു സർവീസ് അവർ നമുക്ക് തരും. എല്ലാ ഐറ്റംസിനും നമുക്ക് ആഫ്റ്റർ സെയിൽ സർവീസ്, സെയിൽ കഴിഞ്ഞിട്ടുള്ള സർവീസുകൾ, ഇത് വിൽപ്പനാനന്തര സർവീസുകൾ, സേവനങ്ങൾ കിട്ടുമോ ഇല്ലയോ, അത് നമുക്ക് ടൈംലി തരുന്നുണ്ടോ, അതും നമ്മൾ ചെക്ക് ചെയ്യണം. ദ പ്രോഡക്റ്റ് പർച്ചേസ്ഡ് ഹാഡ് ദ ക്വാളിറ്റി അപ്രോപ്രിയേറ്റ് ഫോർ ഇറ്റ് പ്രൈസ്. ഈ വിലക്ക് അനുയോജ്യമായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടോ? നമ്മൾ വാങ്ങിക്കണ സാധനം ഉണ്ടല്ലോ, ഇപ്പോൾ 2000 രൂപ കൊടുത്തൊരു സാധനം വാങ്ങിയാൽ ആ സാധനത്തിന് 2000-ൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടോ, ഗുണമുണ്ടോ എന്ന് നമുക്കറിയണം. അതും ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ റൈറ്റാണ്, അവകാശങ്ങളാണ് ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ നോക്കാനുള്ള കാര്യങ്ങളാണ്. ബൈ കംപ്ലീറ്റിംഗ് ദിസ് വർക്ക്ഷീറ്റ് ഹാവൻ വി റിയലൈസ് ദാറ്റ് ഓൾ ദ തിങ്സ് ആർ ടു ബി നോട്ടീസ്ഡ് ആസ് എ കൺസ്യൂമർ. ഒരു കൺസ്യൂമർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇതൊക്കെ നോട്ടീസ് ചെയ്യാനുള്ളതാണ്. ഇതൊക്കെ നമ്മൾ നോക്കണം. ഇഫ് ദ റൈറ്റ്സ് ആർ ഡിനൈഡ് ടു the consumer, one can approach the concerned government departments and consumer court. അപ്പോൾ ഈ ഒരു റൈറ്റുകളൊക്കെ, ഈ അവകാശങ്ങളൊക്കെ നിഷേധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ അടുത്ത് പോകാം? കൺസ്യൂമർ കോടതിയിൽ പോകാം. കൺസ്യൂമർ കോടതിയുണ്ട്, ഉപഭോക്തൃ കോടതി, കൺസ്യൂമർ കോർട്ട്, ഉപഭോക്തൃ കോടതിയുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അവിടെ പോയി നമുക്ക് കേസ് ഫയൽ ചെയ്യാം, അവർക്ക് എതിരെ ആക്ഷൻ എടുപ്പിക്കാം. കൺസ്യൂമർ ഡിസ്പ്യൂട്ട് redressal courts exist at district, state and national levels. ഡിസ്ട്രിക്റ്റ് ലെവൽ, നാഷണൽ ലെവൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ, ഈ 3 ലെവലിലും കൺസ്യൂമർ ഡിസ്പ്യൂട്ടിൻ്റെ റീഅഡ്രസൽ കോർട്ടുകളുണ്ട്. റീഅഡ്രസൽ കോർട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികൾ ഈ ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഉണ്ട്. സ്ട്രിക്റ്റ് ലോസ് ആൻഡ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആർ നീഡഡ് ടു പ്രിവെൻറ്റ് കൺസ്യൂമേഴ്സ് ഫ്രം ബീയിങ് എക്സ്പ്ലോയിറ്റഡ്. ഇപ്പോൾ കൺസ്യൂമറെ, ഉപഭോക്താവിനെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺസ്യൂമർ റൈറ്റ്സ് എഡ്യൂക്കേഷനും വേണം. അതായത് കൺസ്യൂമറിന് ബോധവൽക്കരണം ആവശ്യമാണ്. നമുക്ക് ഇങ്ങനത്തെ റൈറ്റ്സുകളുണ്ട്, ഇന്ന കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു കൺസ്യൂമർ എന്നുള്ള നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് ബോധവൽക്കരണവും ആവശ്യമാണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളും ആവശ്യമാണ്. ഇനി the Consumer Protection Act came into force in India in 1986. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒരു നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. പ്രിപ്പയർ എ പോസ്റ്റർ ആസ് എ പാർട്ട് ഓഫ് ഒബ്സർവിങ് കൺസ്യൂമർ ഡേ ആൻഡ് ഡിസ്പ്ലേ അറ്റ് ക്ലാസ് ലെവൽ ആൻഡ് സ്കൂൾ ലെവൽ. സ്കൂൾ ലെവലിലും ക്ലാസ് ലെവലിലും കൺസ്യൂമർ ഡേയുടെ ഒരു പോസ്റ്റർ ഉണ്ടാക്കി പ്രദർശനം നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ എസെൻഷ്യൽ ഫോർ ഇംപ്രൂവിങ് പീപ്പിൾസ് ലൈഫ്സ്. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സേവനവും ചരക്കും അല്ലെങ്കിൽ സാധനങ്ങളും ആവശ്യമാണ്. ദേ ആർ പ്രൊഡ്യൂസ്ഡ് യൂസിങ് നാച്ചുറൽ റിസോഴ്സസ്. ഇപ്പോൾ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടും ഹ്യൂമൻ ലേബർ, ദേ ആർ പ്രൊഡ്യൂസ്ഡ് യൂസിങ് ഈ ചരക്കുകളും ഈ സേവനങ്ങളും നമുക്ക് കിട്ടുന്നത് നാച്ചുറൽ റിസോഴ്സ്, പ്രകൃതി വിഭവങ്ങളിൽ നിന്നാകാം, ചിലപ്പോൾ മനുഷ്യൻ്റെ അധ്വാനത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ ടെക്നോളജിയിൽ നിന്നാകാം. ഫാക്ടേഴ്സ് സച്ച് ആസ് പ്രൊഡക്ഷൻ സർപ്ലസ്, പ്രൊഡക്ഷൻ എക്സ്ചേഞ്ച് സിസ്റ്റം, ദ ഇമ്പാക്റ്റ് ഓഫ് ടെക്നോളജീസ് ആൻഡ് മാർക്കറ്റ് ഗ്രോത്ത് ഇൻഫ്ലുവൻസസ് എക്കണോമിക് പ്രോഗ്രസ്. ഇപ്പോൾ സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കുന്നത് മാർക്കറ്റിൻ്റെ മാർക്കറ്റ് ഗ്രോത്ത്, എക്സ്ചേഞ്ചിൻ്റെ സിസ്റ്റം, പ്രൊഡക്ഷൻ, സർപ്ലസ് പ്രൊഡക്ഷൻ, ഇതെല്ലാമാണ്. അപ്പോൾ ഉൽപ്പാദനം, ആവശ്യത്തിലധികം ഉൽപ്പാദിപ്പിക്കുക, അത് സ്റ്റോർ ചെയ്യുക, അത് നമ്മൾ വിൽക്കുക, വാങ്ങുക, ഇതൊക്കെയാണ് ഒരു
സാമ്പത്തിക പുരോഗതിയുടെ ലക്ഷണങ്ങൾ. ദ ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർച്ചറി സെക്ടേഴ്സ് മേക്സ് എക്കണോമി ഡൈനാമിക്. ഇപ്പോൾ ഒരു എക്കണോമീനെ ഡൈനാമിക് ആക്കുന്നത് എപ്പോഴാണ്? ഈ പ്രൊഡക്ട്സ് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർച്ചറി സെക്ടർ, ഇത് മൂന്നെണ്ണം ഒരുമിച്ച് ഒരേ റിലേഷൻഷിപ്പിൽ, ഒരു ഇൻ്റർ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ എക്കണോമി ഡൈനാമിക് ആകുന്നത്. എക്കണോമി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വികസനം പ്രാപ്തമാകുന്നത്. ഇതോടെ ഈ ലെസൺ കഴിഞ്ഞു. എക്സ്റ്റൻഡ് ആക്ടിവിറ്റി ഉണ്ട്, അത് ഞാൻ എഴുതിയിട്ടുണ്ട്, എക്സ്റ്റൻഡ് ആക്ടിവിറ്റി. ഇതോടൊപ്പം തന്നെ 2 ആൻസേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓട്ടോബയോഗ്രഫി ഓഫ് കോട്ടനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഒരു കോട്ടൺ ചെടി എങ്ങനെയാണ് വളർന്ന് ആ പഞ്ഞിയല്ല, പരുത്തിക്കുരുവാണത്, പരുത്തിയാണ്, പരുത്തിയിൽ നിന്നും ആ പഞ്ഞി വേർതിരിച്ചെടുക്കുന്നതും അത് അസംസ്കൃത വസ്തുവാണത്. അതിനെ സംസ്കരിച്ച് അതിൽ നിന്ന് നൂല് ഉൽപ്പാദിപ്പിക്കുന്നതും ആ നൂല് തെറിയിൽ എങ്ങനെയാണ് കോർക്കുന്നത്, ആ തെറിയിൽ നിന്ന് എങ്ങനെയാണ് ക്ലോത്ത് ഉണ്ടാക്കുന്നത്, വസ്ത്രം നിർമ്മിക്കുന്നത്, ആ വസ്ത്രത്തിന് ഡൈ കൊടുക്കുന്നതും അതൊരു ഡ്രസ്സായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നതും, അത് ഫാക്ടറിയിൽ നിന്ന് കടകളിലെത്തുന്നതും കടയിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ അടുത്ത് എത്തുന്നതുമായിട്ടുള്ള കഥകൾ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഓട്ടോബയോഗ്രഫി പോലെ. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.